ഹായ്, അപ്പോൾ എല്ലാവർക്കും പ്ലൂട്ടോ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSC ഫയർമാൻ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒരു കുറച്ച് കൂടുതൽ മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോസ് ഈ ചാനലിലുണ്ട്. നമ്മുടെ പ്ലൂട്ടോ PSC എന്ന് പറയുന്ന ചാനലിൽ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരെന്ത് ചെയ്യുക, ഒരു ബുക്കും പേനയായിട്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ മാർക്ക് പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കൂടെയുള്ള ഒരു 5 പേര് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കുകൾ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊന്ന് നിങ്ങളെ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശ്രദ്ധിച്ചോ. ഡി ക്ലാസ് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്നാമത്തെ ചോദ്യം ഡി ക്ലാസ് ഫയർ ആണ്. ആ ഒരു ഡി ക്ലാസ് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓപ്ഷൻ പറയുന്നില്ല, കാരണം തെറ്റായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡ്രൈ പൗഡറാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. ഡി ക്ലാസ് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? അത് ഡ്രൈ പൗഡറാണ്. ഏതാണ്? ഡ്രൈ പൗഡർ. രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രിക് ഫയർ ഏത് ക്ലാസ്സിൽ പെടുന്നു? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രിക് ഫയർ ഏത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? ഡി ആണോ, എഫ് ആണോ, ബി ആണോ, ഇ ആണോ? ഇലക്ട്രിക് ഫയർ എന്ന് പറയുമ്പോൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇ ക്ലാസ് ഫയറിനെയാണ് ഇലക്ട്രിക് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം വൈദ്യുതോപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീ ഏത് ക്ലാസ്സിൽ പെടുന്നു? വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീ ഏതാണ്? നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞേ ഉള്ളൂ. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഇ ക്ലാസ് ഫയർ ആണ്. ഓക്കെ, അപ്പോൾ വൈദ്യുതോപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീ ഈ ക്ലാസ് ഫയറിന് ഉദാഹരണമാണ്. അടുത്ത നാലാമത്തെ ചോദ്യം ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അഗ്നിശമനി ഏത്? ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അഗ്നിശമനി ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ഇതിൽ? ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന അഗ്നിശമനി ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു അടഞ്ഞ ഏരിയയിലാണെങ്കിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം എന്ത് ചെയ്യും, അത് കാറ്റിൽ പറന്നങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യം ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അഗ്നിശമനി ഏതാണ്? നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാധ്യമം. ഈ പറയുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം ഏതാണ് എന്നെന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തുക. ഇതിലേതാണ് ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം? ഏത് പറയാൻ പറ്റും? ഈ 4 ഓപ്ഷനിൽ നമുക്ക് പറയാൻ പറ്റും ഡ്രൈ പൗഡർ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാധ്യമം ആൻസർ എ ഡ്രൈ പൗഡർ. ആറാമത്തെ ചോദ്യം കിച്ചൺ ഫയർ ഏത് ക്ലാസ്സിൽ പെടുന്നു? കിച്ചൺ ഫയർ ആണെങ്കിൽ അത് ഏത് ക്ലാസ്സിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഏതാണ് കിച്ചൺ ഫയർ? ഏത് ഗണത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, എഫ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ കിച്ചൺ ഫയർ ഏത് ക്ലാസ്സിൽ പെടുന്നു? എഫ് എന്ന വിഭാഗത്തിൽ പെടുന്നു. 6 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഏഴാമത്തെ ചോദ്യം പാചക എണ്ണയുടെയും കൊഴുപ്പിൻ്റെയും തീ ഏത് ക്ലാസ്സിൽ പെടുന്നു? പാചക എണ്ണ, കൊഴുപ്പ്, ആ ഒരു വിഭാഗത്തിലുള്ള തീ ഏത് ക്ലാസ്സിൽ പെടുന്നു? ഏതാണ്? അതും നമ്മുടെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലാസ് എഫ്, നമ്മുടെ കിച്ചൺ ഫയർ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം എഫ് ക്ലാസ് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എഫ് ക്ലാസ് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണിതിൽ? എഫ് ക്ലാസ് ഫയർ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതായിരിക്കും?
ആൻസർ ഓപ്ഷൻ എ ആണ്, വെറ്റ് കെമിക്കൽ പൗഡർ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ 8ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ. 9ാമത്തെ ചോദ്യം, ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ എന്നത് എന്താണ്? ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ എന്നത് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ? എന്താണ് ആൻസർ? ഉത്തരം എന്ന് പറയുന്നത് ചെയിൻ റിയാക്ഷൻ തടസ്സപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ എന്ന് എന്താണ്? ചെയിൻ റിയാക്ഷനെ ആ ഒരു തടസ്സപ്പെടുത്തുന്ന പ്രക്രിയ. 10ാമത്തെ ചോദ്യം, തീ വ്യാപിക്കാൻ കാരണമാകുന്ന അസ്ഥിര കണങ്ങൾ ഏത്? തീ വ്യാപിക്കാൻ കാരണമാകുന്ന ഒരു അസ്ഥിര കണമാണ്. ആ ഒരു കണം ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? 4 ഓപ്ഷൻ, ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്രീ റാഡിക്കലുകൾ. ഓക്കെ, സോറി, തീ വ്യാപിക്കാൻ കാരണമാകുന്ന അസ്ഥിര കണം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി, ഫ്രീ റാഡിക്കലുകൾ. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം. 10 ചോദ്യം കഴിഞ്ഞു. നിങ്ങളുടെ മാർക്കുകൾ നിങ്ങളൊന്ന് വിലയിരുത്തുക. 11ാമത്തെ ചോദ്യം, ചെയിൻ കാരിയറായി പ്രവർത്തിക്കുന്നത് എന്താണ്? ചെയിൻ കാരിയറായി പ്രവർത്തിക്കുന്നത് എന്താണ്? ഇതിലേതാണ് ചെയിൻ കാരിയറായി പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ഫ്രീ റാഡിക്കലുകളാണ്. ഓക്കെ, അപ്പോൾ ചെയിൻ കാരിയറായി പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ഫ്രീ റാഡിക്കലുകൾ. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യം, അഗ്നിശമന മാധ്യമങ്ങൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്ന രീതി ഏത് എന്ന് പറയുന്നു? അഗ്നിശമന മാധ്യമങ്ങൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി, ഇൻഹിബിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അഗ്നിശമന മാധ്യമങ്ങൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്ന രീതിയെ ഇൻഹിബിഷൻ എന്ന് അറിയപ്പെടുന്നു. 12ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി. 13ാമത്തെ ചോദ്യം, തീ പിടിക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം കൂടിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തീ പിടിക്കുന്ന ഒരു പ്രതലം, ആ പ്രതലത്തിൻ്റെ വിസ്തീർണം കൂടിയാൽ എന്ത് സംഭവിക്കും? ഉദാഹരണം, നമ്മളൊരു പേപ്പർ ചുരുട്ടി കത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നിവർത്തി വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ നമ്മുടെ പ്രതലത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് നേരെ നിർത്തിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് കത്തിപ്പിടിക്കും. പക്ഷെ നമ്മൾ ചുരുട്ടി കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് കത്തി പിടിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? തീ പിടിക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം കൂടിയാൽ, അതായത് ഒരു പേപ്പർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തി കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തീ വേഗത്തിൽ എന്ത് ചെയ്യും? അത് വ്യാപിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ പ്രതല വിസ്തീർണം എന്ന് പറയുന്ന സംഭവം അറിയാത്തവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ 13ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത് 14ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തീ വേഗത്തിൽ പടരാൻ സാധ്യത കൂടുതലുള്ളത് ഏതിൽ? താഴെ പറയുന്നവയിൽ തീ വേഗത്തിൽ പടരാൻ സാധ്യത കൂടുതലുള്ളത് ഏതിലാണ് എന്നാണ് ചോദ്യം. ഇതിലേതാണ്? ഇരുമ്പ് കമ്പിയുണ്ട്, വലിയ മരം കഷ്ണമുണ്ട്, പേപ്പറുണ്ട്, കല്ലുണ്ട്. സിമ്പിളായിട്ട് കിട്ടിയതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പേപ്പർ. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ തീ വേഗത്തിൽ പടരാൻ സാധ്യത കൂടുതലുള്ളത് ഏത് വഴി? പേപ്പർ വഴിയാണ് സാധ്യത കൂടുതൽ. ഓക്കെ, സോറി. അടുത്ത 15ാമത്തെ ചോദ്യം, ഉണങ്ങിയ വൈക്കോലിൽ തീ വേഗത്തിൽ പടരാനുള്ള കാരണം എന്താണ്? ഉണങ്ങിയ വൈക്കോലിൽ തീ വേഗത്തിൽ പടരാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കും കാരണം? ഉത്തരം പ്രതല വിസ്തീർണം കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഉണങ്ങിയ വൈക്കോലിൽ തീ വേഗത്തിൽ പടരാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? പ്രതല വിസ്തീർണം കൂടുതലായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തീ വേഗത്തിൽ പടരുന്നത്. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യം, തീ പിടിക്കുന്ന വസ്തുവിൽ നിന്നും കൂടുതൽ താപം പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, തീ പിടിക്കുന്ന വസ്തുവിൽ നിന്നും കൂടുതൽ താപം പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും?
ഉത്തരം നിങ്ങൾ നോക്കുക. എന്ത് സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ്. തീ വേഗത്തിൽ എന്ത് ചെയ്യും? അത് വ്യാപിക്കും. ഓക്കെ, അപ്പോൾ തീ പിടിക്കുന്ന വസ്തുവിൽ നിന്നും കൂടുതൽ താപം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് തീ വേഗത്തിൽ വ്യാപിക്കാൻ കാരണമാകും. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യം. അന്തരീക്ഷ ആർദ്രത കൂടിയാൽ തീയുടെ വ്യാപനം എങ്ങനെ ബാധിക്കും? അന്തരീക്ഷ ആർദ്രത കൂടിയാൽ തീയുടെ വ്യാപനം എങ്ങനെ ബാധിക്കും എന്നാണ് ചോദ്യം. എങ്ങനെ ബാധിക്കും? ആർദ്രത കൂടുമ്പോൾ തീയുടെ വ്യാപനം കൂടുതലായിരിക്കോ കുറവായിരിക്കോ, അല്ലെങ്കിൽ മാറ്റമില്ലാതിരിക്കോ? എന്തായിരിക്കും? ആർദ്രത കൂടുമ്പോൾ എന്ത് തീയുടെ വ്യാപനം ഓപ്ഷൻ ബി കുറയും. ഓക്കെ, അന്തരീക്ഷ ആർദ്രത കൂടുമ്പോൾ തീയുടെ വ്യാപനം എന്ത് ചെയ്യും? അത് കുറയും. ഓക്കെ, അടുത്ത 18ാമത്തെ ചോദ്യം. കാറ്റിന്റെ വേഗത കൂടിയാൽ സാധാരണയായി എന്ത് സംഭവിക്കും? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. കാറ്റിന്റെ വേഗത കൂടിയാൽ എന്ത് ചെയ്യും? തീ വേഗത്തിൽ വ്യാപിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യം. അടുത്ത 19ാമത്തെ ചോദ്യം. കാറ്റിന്റെ ദിശ അനുകൂലമായാൽ തീയുടെ വ്യാപനത്തിന് എന്ത് സംഭവിക്കും? കാറ്റിന്റെ ദിശ അനുകൂലമായാൽ തീയുടെ വ്യാപനം എന്ത് സംഭവിക്കും? തീ എന്ത് ചെയ്യും? തീ കൂടും, അറിയാലോ. അപ്പോൾ കാറ്റിന്റെ ദിശ അനുകൂലമായാൽ തീയുടെ വ്യാപനം എന്ത് ചെയ്യും? തീ കൂടും, അറിയാലോ. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം. അന്തരീക്ഷമർദ്ദം കൂടിയാൽ തീയുടെ വ്യാപനത്തിന് എന്ത് സംഭവിക്കും? അന്തരീക്ഷമർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? തീയുടെ വ്യാപനം എന്ത് ചെയ്യുന്നു? അതും കൂടുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, 20ാമത്തെ ചോദ്യം. അന്തരീക്ഷമർദ്ദം കൂടിയാൽ തീയുടെ വ്യാപനത്തിന് എന്ത് സംഭവിക്കുന്നു? തീയുടെ വ്യാപനം കൂടുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ 20 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മാർക്കുകൾ എന്ത് ചെയ്യുക? പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് ഉടനെ കാണാം. ഓക്കെ.